ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, മെനോൻ പാറയിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നും ബംഗാളിൽ നിന്നും അനേകർ ഇന്ന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇവർ ധാരാളം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമേ ഉള്ളൂ. അതായത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല പാർപ്പിടം, നല്ല വേതനം, ഇതൊക്കെയും ലഭിക്കാൻ തക്കവണ്ണം സൗത്ത് ഇന്ത്യയാണ് കൂടുതൽ നല്ലതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം നോർത്ത് ഇന്ത്യക്കാരായിരിക്കുന്ന നമ്മുടെ ഈ കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾക്ക് സത്യം അറിയുവാൻ, സുവിശേഷം മനസ്സിലാക്കുവാൻ, യേശുവിനെക്കുറിച്ച് അറിയുവാൻ നിശ്ചയമായിട്ടും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മുടെ മധ്യത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം ഒരു കാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന, നിത്യജീവൻ അവകാശിയാകുന്ന ആ കർത്താവായ യേശുവിനെക്കുറിച്ച് പറയുവാനുള്ള ഉത്തരവാദിത്തം, അവരെ സത്യത്തിലേക്ക് വഴി നടത്തുവാനുള്ള തികച്ചും ആ കാര്യം നാം ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നാം തീരുമാനമെടുക്കണം. 2025 നമുക്കതിന് അവസരമുണ്ട്. കാരണം കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ നിശ്ചയമായിട്ടും നാം അതിന് ഒരുങ്ങണം. ഏതെല്ലാം രീതിയിൽ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമോ അത് നാം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് കാണിച്ച സ്നേഹം ത്യാഗപൂർണമായ സ്നേഹമാണ്. മാത്രമല്ല, ശത്രുക്കളെപ്പോലും സ്നേഹിക്കാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടത്. കർത്താവിൻ്റെ സ്നേഹം ത്യാഗപൂർണമാണ്. പരസ്പരം സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം, മനുഷ്യർ സ്നേഹിക്കണം. ഇന്ന് സ്നേഹമാണ് പലരിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത്. എന്നാൽ ആ സ്നേഹം പകുത്തു കൊടുക്കുവാനും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാനും പാപമോചനത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നിത്യതയ്ക്ക് അവകാശികളാകുവാനും അവരെ ഒരുക്കുവാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ അവർക്ക് വേണ്ട വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനായിട്ട് ഒരുങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഗോഡ് ബ്ലെസ് യു. 2025 അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.